ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നോർമൽ ദിവസങ്ങളിൽ ഞാൻ 5 മണി 5:30 ആകുമ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്. ബട്ട് എനിക്ക് കുറേ ബാക്ക്ലോഗ്സ് ഉള്ളതുകൊണ്ട് ഞാൻ 4 മണിക്ക് എണീറ്റു. 4 മണിക്കൊക്കെ എണീക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാണ് കേട്ടോ, നല്ല മടിയുമാണ്. എണീറ്റപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജനലൊക്കെ ഓപ്പൺ ആക്കി, ദെൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് പഠിക്കാനിരിക്കുമ്പോഴും എനിക്ക് വെള്ളം എപ്പോഴും അടുത്ത് വേണം കേട്ടോ. ഈ വലിയ ഗ്ലാസ് വാങ്ങിയിട്ടുള്ളത് മിനിസോയിൽ നിന്നാണ് കേട്ടോ. എന്നിട്ട് ഉടനെ തന്നെ പഠിക്കാനിരുന്നു. 4:15 തൊട്ട് 5:30 വരെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് സെക്ഷൻ. ആ ടൈമിൽ ഞാൻ തേമയായിരുന്നു കേട്ടോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല പാടാണ് കേട്ടോ ഈ തേമ പ്രിപ്പറേഷൻ. സോ എനിക്ക് കുറേ ടൈം എടുത്ത് ഞാൻ യൂട്യൂബ്, ChatGPT, ഗൂഗിൾ അതിൻ്റെ എല്ലാ ഹെൽപ്പോടു കൂടിയാണ് ഞാൻ എഴുതുന്നത്. ഇപ്പോൾ 1 വീക്കായിട്ട് ഞാൻ വീഡിയോ ഇടായിരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കണ്ടൻസ് ഒന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. 6 മണിയാകുമ്പോൾ എനിക്ക് ഡ്രൈവിങ്ങിന് പോകണം കേട്ടോ. സോ ഞാൻ 5:30 കഴിയുമ്പോൾ തന്നെ റെഡി ആവാൻ തുടങ്ങും. അപ്പോൾ 6 മണിക്കാണ് എൻ്റെ ബസ്. ഞാൻ വേഗം മേലൊക്കെ കഴുകി വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പുഴുങ്ങിയ പഴമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. എനിക്ക് രാവിലത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വിൻ്റർ ആയതിന് ശേഷം 6:15 തൊട്ട് 7:30 വരെയാണ് കേട്ടോ എൻ്റെ ഡ്രൈവിംഗ് പഠിക്കുന്ന ടൈം. അതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എനിക്ക് വേറൊരു തേമ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കല്ല കേട്ടോ, എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് കേട്ടോ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന ബാഗ്. വാട്ട്സ് ഇൻ മൈ ബാഗ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. രാവിലെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡായിരുന്നു ചപ്പാത്തിയും പനീർ കറിയും. അത് കഴിച്ച് ഞാൻ വേഗം ക്ലാസ്സിലോട്ട് പോയി. ബസ്സിനാണ് കേട്ടോ പോയത്. ദെൻ ഇതാണ് എൻ്റെ ക്ലാസ്. ഇപ്പോൾ രാവിലെ തന്നെ എക്സാമൊക്കെ ഉണ്ടായിരുന്നു, ഫുൾ മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വിശക്കുമ്പോൾ ഉള്ള പരിപാടിയാണ് കേട്ടോ മുട്ടായി കഴിക്കൽ, ലോട്ടി ചോക്കോപ്പായി കഴിക്കൽ. അന്ന് ഞാനാണെങ്കിൽ ഉച്ചയായപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. എൻ്റെ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര പെയിനായിരുന്നു. സോ ഞാൻ ഉച്ചയായപ്പോൾ ഇറങ്ങി. വീട്ടിലൊരു 1:45 ചെന്നായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ ഒറ്റ കിടപ്പായിരുന്നു. പിന്നെ ഞാൻ എണീറ്റത് 5 മണി ആയപ്പോഴാണ് കേട്ടോ. എണീറ്റ ഉടനെ നല്ല വിശപ്പുണ്ടായിരുന്നു, മീറ്റ് റോളൊക്കെ കഴിച്ചു. ദെൻ ഞാൻ ചായയൊക്കെ കുടിച്ചു. ഇപ്പം ഞാൻ കാണിച്ച ബലൂൺ എൻ്റെ ബർത്ത്ഡേയുടെ ബാക്കി ഉണ്ടായിരുന്ന ബലൂണാണ് കേട്ടോ. ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ പഠിക്കാനിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഐറ്റം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആക്കിയതാണ് കേട്ടോ ബർത്ത്ഡേക്ക്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി ഗായ്സ്. നല്ല പെയിനുള്ളപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ മസാജ് കിട്ടുമ്പോഴത്തേക്കും വയറിന് നല്ല സുഖമുണ്ട്, നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബണ്ണി, ഞാൻ അതിനെ ബണ്ണി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. എനിക്കതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് നേരത്തെ പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ലേസനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ചെയ്യുമായിരുന്നു. ഞാൻ എപ്പോൾ പഠിക്കാനിരുന്നാലും അല്ലെങ്കിൽ എഴുതാനിരുന്നാലും ഇങ്ങനെ സ്റ്റഡി വ്ളോഗൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്, ഒരു സന്തോഷമാണ് മനസ്സിലാകും. പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ അച്ഛനെ കൊണ്ട് കേക്കൊക്കെ വാങ്ങിപ്പിച്ചു. ഇതാ ഗൈസ്, നിങ്ങൾക്കാണ് ഫസ്റ്റ് ബൈറ്റ്. എന്നിട്ട് ഞാൻ കഴിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കുറച്ചധികം തുണി അലക്കാനുണ്ടായിരുന്നു. തുണി അലക്കി എനിക്ക് പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ അത് നോക്കി. ഒട്ടുമിക്ക പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി കൊണ്ട് തന്നെയാണ് കേട്ടോ ഹണി നെല്ലിക്ക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഡിന്നർ കഴിച്ചു, ചപ്പാത്തി മുട്ടക്കറി. ദെൻ വീണ്ടും ബാക്ക് ടു സ്റ്റഡി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറേ ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. കുറച്ച് വേർഡ്സ് ആയിരുന്നു കേട്ടോ പഠിക്കാനുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം ഞാൻ അതൊക്കെ എഴുതി വെച്ചു. പിന്നെ ഈ കൂടുതൽ എഴുതാനുള്ള ടൈമേ കിട്ടാറുള്ളൂ കേട്ടോ, പഠിക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനൊരു 9:30 കഴിഞ്ഞപ്പോൾ കയറി കിടന്നായിരുന്നു കേട്ടോ. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.